മുല്ലേരിക്കിഴങ്ങ് എന്ന് വിളിക്കുന്ന ഒരു സസ്യമാണിത്. കുരുവിക്കിഴങ്ങ്, കറുവച്ചക്ക, കറുമുറച്ചക്ക എന്നൊക്കെ പല നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വള്ളി സസ്യമാണിത്. നമ്മുടെ വെള്ളരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ മുല്ലേരിക്കിഴങ്ങ് എന്നുള്ള സസ്യം. ഇതിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. കായുടെ രൂപത്തിലൊക്കെ വ്യത്യാസമുള്ള പല ഇനങ്ങളും ഈ ഇനങ്ങളിലുണ്ട്. ഇതിൻ്റെയൊക്കെ പല പേരുകളിലും പല നാടുകളിലും പല പേരുകളായിരിക്കും. സാധാരണ അറിയപ്പെടുന്ന പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത്. കുക്കുർബിറ്റേസി കുടുംബത്തിൽപ്പെടുന്ന വെള്ളരി, കോവൽ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട ഒരു സസ്യം തന്നെയാണ് മുല്ലേരിക്കിഴങ്ങ് എന്നുള്ള സസ്യം. ഇതാണ് ഇതിന്റെ ഉണങ്ങിയ കായ. ഇതിന്റെ വിത്തുകളിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ കിളിർത്തു വരുന്നത്. ഈ സസ്യം ഇതിന്റെ കായകൾ നമുക്ക് പച്ചയായിട്ട് കഴിക്കാൻ കഴിയാം. കറി വെച്ച് കഴിക്കാനും ഇതിന്റെ കായകൾ കൊള്ളാവുന്ന ഒരു സസ്യമാണ്. ഈ സസ്യം പഴയകാലങ്ങളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ ശരീര ആരോഗ്യം നിലനിർത്തുന്നതിനും ഒരു ഔഷധങ്ങളായി ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ കിഴങ്ങ്, ഇല കൂടാതെ പച്ചമഞ്ഞൾ ചേർത്തരച്ചത് ത്വക്ക് രോഗങ്ങൾക്ക് ഒരു ഔഷധമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു സസ്യമാണ്. ഇത് നമ്മുടെ വെള്ളരിക്ക ഒക്കെ പോലെ കഴിക്കാവുന്ന ഒരു സസ്യമാണ്. അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഈ കായകൾക്കും ഉള്ളത്. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഇത് മെഴുക്കുരട്ടി കൂടാതെ തോരൻ വയ്ക്കാനൊക്കെ ഇതിന്റെ കായകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തെക്ക് ഭാഗങ്ങളിൽ പശ്ചിമഘട്ടത്തിനോട് ചേർന്നുള്ള വനങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട്. കൂടാതെ വടക്ക് നമ്മുടെ ജില്ലകളിലും ഈ സസ്യം കൂടുതലായിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയാത്തത് കൊണ്ടാവാം അങ്ങനെ ഇത് ആരും അങ്ങനെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. വീണ്ടും ഔഷധങ്ങൾ വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.